നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട യാത്രക്കാരൻ വിശ്വാസ് കുമാർ രമേശ് ആശുപത്രി വിട്ടു. അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം വിശ്വാസിനെ ഹോട്ടലിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. വിശ്വാസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. അഹമ്മദാബാദ് അസർവയിലെ സിവിൽ ആശുപത്രിയിലായിരുന്നു വിശ്വാസ് ചികിത്സയിലായിരുന്നത്. ഹോട്ടലിലേക്ക് മാറ്റിയ അദ്ദേഹത്തോട് അന്വേഷണ സംഘം കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും. വിശ്വാസ് കുമാർ രമേശ് വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് നടന്നുവരുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. വെളുത്ത ടീഷർട്ട് ധരിച്ചിരുന്ന വിശ്വാസ് കുമാർ ഇടത്തുകൈയിൽ മൊബൈൽ ഫോണുമായി അപകട സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് നടക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിലാണ് പ്രചരിച്ചത്. നാട്ടുകാർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. 242 പേരുമായി ലണ്ടനിലേക്ക് യാത്ര തിരിച്ച എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് ഇന്ന് ജീവനോടെ ബാക്കിയുള്ളത് വിശ്വാസ് കുമാർ രമേശ് മാത്രമാണ്. യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ ബാക്കിയില്ലെന്ന് വിചാരിച്ച സമയത്താണ് വിശ്വാസിന്റെ തിരിച്ചുവരവ് പുറം ലോകം അറിയുന്നത്. വിശ്വാസിന്റെ മുഖത്തും കാലിലും നെഞ്ചിലും ഉൾപ്പെടെ പരിക്കേറ്റിരുന്നു. ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ രമേശും സഹോദരനായ അജയ് കുമാർ രമേശും അപകടത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇന്ത്യയിലെത്തിയത്. തുടർന്ന് തിരികെ ബ്രിട്ടനിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു ദാരുണമായ അപകടം. ടേക്ക് ഓഫ് കഴിഞ്ഞ് 30 സെക്കൻഡിനുള്ളിലായിരുന്നു ഈ അപകടം സംഭവിച്ചത്. അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വിശ്വാസ് കുമാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ആശുപത്രിയിലെത്തി വിശ്വാസിനെ സന്ദർശിച്ചിരുന്നു. അന്വേഷണ സംഘത്തിന്റെ കർശന നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലുമാണ് വിശ്വാസ് ഉള്ളത്. അപകടത്തെക്കുറിച്ച് ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഇനിയും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ചോദിച്ചറിയാനുണ്ട്. ഇതിനു പുറമെ ബ്ലാക്ക് ബോക്സ് പരിശോധന കൂടി കഴിഞ്ഞാൽ മാത്രമേ എന്താണ് എയർ ഇന്ത്യ വിമാനാപകടത്തിൽ സംഭവിച്ചതെന്നതിനെ കുറിച്ച് അന്വേഷണ സംഘത്തിന് നിഗമനത്തിലെത്തുവാൻ സാധിക്കൂ. ഞാനും മരിക്കുകയാണെന്നാണ് കരുതിയത്. എന്റെ കൺമുന്നിൽ വെച്ചാണ് ആളുകൾ മരിച്ചു വീണത്. ഞാൻ എങ്ങനെ അതിജീവിച്ചുവെന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നായിരുന്നു വിശ്വാസ് ആശുപത്രിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അതേസമയം വിമാനാപകടത്തിൽ മരിച്ച ഇളയ സഹോദരന്റെ അന്ത്യകർമ്മങ്ങൾ നടത്തുവാനായി വീട്ടിലേക്ക് പോകുമെന്നും വിശ്വാസ് പറഞ്ഞതായി ആജ് തക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏപ്രിൽ 12-നായിരുന്നു പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ എയർ ഇന്ത്യയുടെ AI-171 വിമാനം BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലും ക്യാൻറ്റീനിലുമായി ഇടിച്ചുകയറി പൊട്ടിത്തെറിച്ചത്. ലണ്ടനിലേക്ക് പോകേണ്ടിയിരുന്ന വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ ഇന്ത്യൻ വംശജരും ബ്രിട്ടീഷ് പൗരനുമായ രമേശും സഹോദരൻ അജയും ഉണ്ടായിരുന്നു. വിശ്വാസ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം അപകടത്തിൽ കൊല്ലപ്പെട്ടു. 169 ഇന്ത്യക്കാർ, 53 ബ്രിട്ടീഷ് പൗരന്മാർ, 7 പോർച്ചുഗീസ് പൗരന്മാർ, 1 കനേഡിയൻ എന്നിവരുൾപ്പെടെ 242 പേരായിരുന്നു വിമാനത്തിലുണ്ടായിരുന്നതെന്ന് എയർ ഇന്ത്യ സ്ഥിരീകരിച്ചിരുന്നു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും വിമാനത്തിലുണ്ടായിരുന്നു. 2 പൈലറ്റുമാരും ഉൾപ്പെടെ 12 ജീവനക്കാരും അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അപകടത്തിന് പിന്നാലെ വിശ്വാസ് നടന്നുവരുന്ന ദൃശ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അഗ്നിഗോളങ്ങൾക്കിടയിൽ നിന്ന് മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ച് പുറത്തേക്ക് വരുന്ന വിശ്വാസിന്റെ വീഡിയോ പ്രമുഖ ദേശീയ മാധ്യമങ്ങളെല്ലാം പങ്കുവയ്ക്കുകയും ചെയ്തു. കത്തുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് സമീപമുള്ള ഗേറ്റിലൂടെ ഒരാൾ പുറത്തേക്ക് വരുന്നത് കണ്ടുവെന്നും എന്നാൽ അത് വിമാനത്തിലുണ്ടായിരുന്ന ആളായിരുന്നുവെന്ന് ആദ്യം മനസ്സിലായിരുന്നെന്നുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അദ്ദേഹത്തെ ആശുപത്രിയിലാക്കുവാനുള്ള ശ്രമങ്ങളെ വിശ്വാസ് കുമാർ ആദ്യം തടഞ്ഞു. തന്റെ സഹോദരൻ തീയിൽ വെന്തുരുകുകയാണെന്നായിരുന്നു അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരുന്നതെന്നും ആംബുലൻസ് സർവീസ് ജീവനക്കാരൻ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞിരുന്നു. ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലാണ് താനും ആ വിമാനത്തിലുണ്ടായിരുന്ന ആളാണെന്ന് വിശ്വാസ് പറഞ്ഞതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപകടത്തിൽ വിശ്വാസിന് ശരീരത്തിലാകെ പൊള്ളലേറ്റ നിലയിലായിരുന്നു. ഇതിനിടെ അഹമ്മദാബാദിൽ ജൂൺ 12-ാം തീയതി അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ Boeing 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സിന് കേടുപാടുകൾ സംഭവിച്ചതായി റിപ്പോർട്ട്. ഇതിനാൽ തന്നെ വിവരങ്ങൾ വീണ്ടെടുക്കുവാൻ ബ്ലാക്ക് ബോക്സ് അമേരിക്കയിലേക്ക് അയക്കേണ്ടി വരുമെന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു. സർക്കാരാകും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ അല്ലെങ്കിൽ CVR ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അല്ലെങ്കിൽ FTR എന്നീ 2 ഉപകരണങ്ങൾ അടങ്ങുന്നതാണ് വാസ്തവത്തിൽ ബ്ലാക്ക് ബോക്സ്. തകർന്ന എയർ ഇന്ത്യ വിമാനത്തിൽ നിന്ന് കണ്ടെടുത്ത ബ്ലാക്ക് ബോക്സ് വാഷിംഗ്ടൺ DC-യിലെ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡിനാണ് പരിശോധിക്കാനായി അയക്കുക. ബ്ലാക്ക് ബോക്സ് US-ലേക്ക് അയച്ചാൽ എല്ലാ പ്രോട്ടോകോളുകളും പാലിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുവാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘവും ബ്ലാക്ക് ബോക്സിനൊപ്പം പോകുമെന്ന് അടുത്ത വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. വിമാന അപകടം നടന്ന് 28 മണിക്കൂറിന് ശേഷം തിങ്കളാഴ്ചയോടെയായിരുന്നു Boeing 787 ഡ്രീം ലൈനർ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തത്. അവശിഷ്ടങ്ങളിൽ നിന്ന് ഇവ പെട്ടെന്ന് തിരിച്ചറിയുവാൻ തിളക്കമുള്ള ഓറഞ്ച് നിറത്തിലുള്ള ബ്ലാക്ക് ബോക്സുകളാണ് ഉള്ളത്. പുതിയ വിമാനത്തിലെ കോക്ക്പിറ്റ് വോയിസ് റെക്കോർഡർ അതായത് CVR 25 മണിക്കൂർ വരെ കോക്ക്പിറ്റ് സംഭാഷണങ്ങൾ, ശബ്ദം, എയർ ട്രാഫിക് കൺട്രോളുമായുള്ള റേഡിയോ കോളുകൾ, വിവിധ അലർട്ടുകൾ എന്നിവ റെക്കോർഡ് ചെയ്യും. അപകടത്തിന്റെ ആദ്യ ദിനം മുതൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ അപകടത്തെക്കുറിച്ച് വ്യക്തത വരണമെങ്കിൽ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കേണ്ടതുണ്ട്. വിമാനത്തിന് 650 അടി മുകളിലേക്ക് ഉയരുവാൻ സാധിച്ചില്ല.
ഇതോടെയാണ് പൈലറ്റുമാർ അപകട വിവരം അറിയിച്ചതെന്ന് വ്യോമയാന സെക്രട്ടറി SK സിൻഹ പറഞ്ഞു. ATCയുടെ പ്രതികരണങ്ങൾക്ക് മറുപടി ലഭിച്ചില്ലെന്നും 36 സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം തകർന്നുവെന്നുമാണ് അദ്ദേഹം പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.